സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ വി എസ് ജോയി, ആദ്യം ഈ പുതുപ്പള്ളി MLA പ്രിയപ്പെട്ടവനാണ് ഈ ടോം എന്ന ആക്ഷേപത്തിനുള്ള മറുപടി. ഒപ്പം തന്നെ അവിടെയും കഴിയുന്നില്ല ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദാഹരണങ്ങൾ. ഈ നെഹ്റു കോളേജ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന 3 പേരിൽ ഒരാൾ മുൻ വനമന്ത്രി KP വിശ്വനാഥൻ്റെ മകനോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ കൃഷ്ണദാസ് ഈ ഗവൺമെൻറ് വന്ന് ഈ അടുത്തിടയ്ക്ക് നടന്ന ചർച്ചകളിൽ മാത്രമാണ് സർക്കാരിൻ്റെ വക്താവായി വന്നത്. അതിനു മുൻപ് രാഷ്ട്രീയപരമായി കോൺഗ്രസ് ബന്ധമാണ് കൃഷ്ണദാസിനുമുള്ളത്. അപ്പോൾ ഒരേ തൂവൽ പക്ഷികളാണോ ഇപ്പോൾ വലിയ മുറവിളിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്? ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, അദ്ദേഹം ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു അഭിഭാഷകനാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയത്തിൽ എനിക്ക് നൽകാനുള്ള വിശദീകരണം, അദ്ദേഹം പറഞ്ഞു ഞാൻ കോടതികൾക്കെതിരായ ഒരു പരാമർശം നടത്തി. അത് ഇന്ന് വരെ നമ്മുടെ സ്വാശ്രയ മാനേജ്മെൻറ്റുകളും സ്വാശ്രയ കോളേജ് പ്രവേശനവും വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും അടുത്ത കാലത്ത് വന്നിട്ടുള്ള മുഴുവൻ വിധിന്യായങ്ങളും മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമാണ്. ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ സ്വാശ്രയ കോളേജ് ആരംഭിച്ച് AK ആന്റണി സതുദ്ദേശത്തോടെ കൊണ്ടുവന്നു. അത് അട്ടിമറിച്ചത് ഉണ്ണികൃഷ്ണൻ കേസ് മുതൽക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ രാജ്യത്തെ നീതിന്യായ കോടതികളുടെ വിധിന്യായങ്ങളാണ്. ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ എവിടെയെന്ന് എല്ലാവരും നിലവിളിക്കുകയാണ്. ഇന്നലകളിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്തിന് എന്ന് ചോദിച്ചത് ഈ രാജ്യത്തെ കോടതികളാണ്. അപ്പോൾ ഇന്നലത്തെ കോടതികളുടെ ചരിത്രം നാളുകളിലേക്ക് വിരൽ ചൂണ്ടി നമ്മോട് പറയുന്നത് ഇവർ മാനേജ്മെന്റിന്റെ പക്ഷത്താണ്. അതുകൊണ്ടാണ് ഞാൻ ആ പരാമർശം നടത്തിയത്. പിന്നെ ജയ്ക്ക് പറഞ്ഞ ഒരു കാര്യം, ജയ്ക്ക് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്കെതിരെ മത്സരിച്ച ആളാണ്. അദ്ദേഹം പുതുപ്പള്ളിക്കാരനാണ്. അദ്ദേഹത്തെ തേടി രക്ഷിതാക്കൾ വന്നിട്ടില്ല. പിണറായി വിജയന്റെ അടുത്തേക്ക് രക്ഷിതാക്കൾ പോയിട്ടില്ല. ഇവിടെ ആവണീശ്വരൻ രാജശേഖരൻ പറഞ്ഞല്ലോ, രക്ഷിതാക്കൾ പോയത് 50 രക്ഷിതാക്കൾ പരാതിയുമായി പോയത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്കാണ്. കാരണം അവിടെ മുട്ടിയാ തുറക്കുന്ന വാതിലുള്ളൂ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് മത്സ്യം വെള്ളത്തിലൂടെ ഊളിയിട്ടിറങ്ങുന്നത് പോലെ ജനങ്ങൾക്കിടയിലൂടെ ഊളിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൊണ്ടുവന്ന് പച്ചക്കള്ളം പടച്ചു വിട്ടു കഴിഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങളെന്ന് പ്രിയപ്പെട്ട ജയ്ക്ക് എന്ന് പറയുന്ന സഹോദരൻ മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരിക്കുക. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർന്നു വരികയാണ്. അതിന്റെ എല്ലാവിധ തെളിവുമായി ഞങ്ങൾ കടന്നു വരികയാണ്. കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റുകളെ സംരക്ഷിക്കുന്ന നിലപാട് UDF സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാ കാലത്തും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. KSUവിനെ സംബന്ധിച്ച് ഒരിക്കലും സർക്കാരിന് ഞങ്ങൾ ഒത്താശ പാടിയിട്ടില്ല. ഇവിടെ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ മുൻ മന്ത്രി മകനുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. നാളെ എന്തുകൊണ്ട് മാനേജ്മെന്റുകളുമായി സർക്കാർ ചർച്ചയ്ക്ക് മുതിരുന്നു എന്നതിൽ സർക്കാരിനെ മാത്രമല്ല കുറ്റപ്പെടുത്തേണ്ടത്, പ്രതിപക്ഷത്തെയുമാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഇന്നിപ്പോൾ VS ജോയി ഇങ്ങനെ അനാഥമായി നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അതിൻ്റെ ശക്തി മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സാങ്കത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാനേജ്മെൻറ്റ് പ്രതിനിധികൾക്കൊപ്പം തന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ഈ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടൽ നടത്താതെ ഈ സർക്കാർ നീങ്ങുന്നത്? നിങ്ങൾ രാഷ്ട്രീയമായി ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ജോയി. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ എത്ര ശക്തമായ പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്? ആകെ പോയതൊരു സിദ്ദിഖും ഷാഫി പറമ്പിലും മാത്രമാണ് ആ വീട്ടിലേക്ക്. പ്രതിപക്ഷ നേതാവ് ഇതുവരെ പോയിട്ടില്ല. അങ്ങ് പറഞ്ഞല്ലോ ഈ മത്സ്യം വെള്ളത്തിൽ ഊളിയിടുന്നത് പോലെയെന്ന്. അതുപോലെ ഊളിയിട്ട് പോകണം അങ്ങോട്ടേക്ക് കൂടി. അല്ലാതെ ഈ 50 പരാതിക്കാരെ പോയി കണ്ടാൽ അവർ മുട്ടിയാൽ മാത്രം തുറക്കുന്നൊരു വാതിൽ ഈ പറയുന്ന പുതുപ്പള്ളിയിൽ മാത്രമായി ചുരുക്കരുത്. നിങ്ങൾ അങ്ങനെ ശക്തമായി ഒരു പ്രതിപക്ഷ വെല്ലുവിളി നിങ്ങളുടെ മുതിർന്ന നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് ജോയിക്ക് അനാഥത്വം അനുഭവിക്കേണ്ടി വരുന്നത്. 10 പേർ ഇപ്പോൾ കണ്ണൂർ ജയിലിൽ റിമാൻഡിൽ പോയി എന്ന് ഇവിടെ വന്നിരുന്ന് വിലപിക്കേണ്ടി വരുന്നത്. അല്ല, പ്രതിപക്ഷ നേതാവ് ഇതിനകത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിലെ ഗവൺമെന്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDF ഗവൺമെന്റ്, ഞാൻ പറയല്ലോ, കൃത്യമായി ഈ വിഷയത്തിലൊക്കെ അവർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു ഭരണകൂടം ഉണ്ട് എന്ന ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ സിദ്ദീഖും ഷാഫിയും പോയല്ലോ. 6 ദിവസം കഴിഞ്ഞ് ഇന്നാണ് ഒരു മന്ത്രി അവിടേക്ക് പോയത്. അത് CPMന്റെ ഒരു പാർട്ടി ഗ്രാമമാണ്. ആ പാർട്ടി ഗ്രാമത്തിൽ പത്തനമാറ്റിന്റെ പളുങ്കുമണികളായ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ പിറന്നു വന്നിട്ട് CPM
CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പോയോ? ഞാൻ പോയിരുന്നു, പക്ഷെ പിണറായി വിജയൻ അവിടെ ചെന്നിട്ടില്ല. CPM-ന്റെ ഒരു നേതാവും പോയിട്ടില്ല. അവിടെ കൊടുത്തത് 10 ലക്ഷം രൂപയാണ്. അതിന്റെ തൊട്ടടുത്ത് ഉമ്മൻചാണ്ടി, ഷിബിൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്നേഹിതൻ കൊല്ലപ്പെട്ടപ്പോൾ 25 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് സമാശ്വാസമായി നൽകിയത്. ഇവിടെ 10 ലക്ഷമാണ് നൽകിയത്. ആ കുട്ടിയുടെ കുടുംബം NRI സീറ്റിലാണ് അഡ്മിഷൻ നേടിയത്. അവരുടെ ഫീസ്, അവിടെ അടച്ച ഫീസെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ഈ ജയിക്കിനും പിണറായി വിജയനും സാധിക്കുമോ? ആ കുട്ടിക്ക് മാന്യമായ നഷ്ടപരിഹാരം ഈ നെഹ്റു കോളേജ് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് ഈടാക്കി കൊടുക്കാൻ കഴിയുമോ? ഞങ്ങളൊരു കാര്യം പറയുന്നു, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ സമര രംഗത്ത് തന്നെയാണ്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കളോടൊരു സംശയം ചോദിക്കുകയാണ്. ഇവിടെ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു ഈ സംഭവം, ക്രൈംബ്രാഞ്ചിലേക്ക് പിന്നീട് മാറുന്നു. ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ വന്ന് മണിക്കൂറുകൾ എടുത്ത് അവിടെ തെളിവെടുപ്പ് നടത്തുന്നു. അപ്പോഴൊന്നും കാണാത്തൊരു ആത്മഹത്യാക്കുറിപ്പും, അതുവരെ ലോക്കൽ പോലീസിന് പോലും കാണാൻ കഴിയാത്തൊരു ആത്മഹത്യാക്കുറിപ്പ് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ SP-ക്ക് കിട്ടുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ മാറ്റുന്നു, അടുത്തയാൾ ചുമതലയെടുക്കുന്നു. ഇന്ന് അവിടെ 1.5 മണിക്കൂർ വീണ്ടും തെളിവെടുപ്പ് നടക്കുന്നു. ഇങ്ങനെയാണോ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരുന്നത്? എന്ന് മാത്രമല്ല, കഴിഞ്ഞ SP ഒറ്റ ദിവസം കൊണ്ട് മറ്റൊരു ആശയക്കുഴപ്പം കൂടെ ഉണ്ടാക്കുകയും അന്വേഷണത്തിൻ്റെ നിജസ്ഥിതിക്ക് കാലതാമസം ഉണ്ടാക്കാവുന്ന ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തു. അതാണ് ഈ കത്ത്. അതിന് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി അത് ഇദ്ദേഹത്തിൻ്റെ കയ്യെഴുത്താണോ എന്ന് ശാസ്ത്രീയമായി പരിശോധിച്ച് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോലീസ് ബുദ്ധിയും പ്രവർത്തിച്ചുകൊണ്ട്, പോലീസ് കുബുദ്ധിയും പ്രവർത്തിച്ചുകൊണ്ട് ഇതിനിടയിൽ പല പല തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. എന്ന് മാത്രമല്ല, ഈ ഇടിമുറിയെ പറ്റിയൊക്കെ ജയിക്കരുന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ഇടിമുറിയും ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. ശ്രീ ശിവൻ മഠത്തിൽ ഇങ്ങനെ ഒരു അസാധാരണ മരണമുണ്ടായിരിക്കുന്നു, അത് മാത്രമാണ് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത്. ഇതായിരുന്നു ഈ വിഷയത്തിൽ സർക്കാർ നെഹ്റു കോളേജിൽ കൈക്കൊള്ളേണ്ടിയിരുന്ന നിയമപരമായ നടപടി. വേണു, എന്നോട് ക്ഷമിക്കണം, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് 1 മിനിറ്റ് സമയം തരണം. എൻ്റെ പ്രിയ സുഹൃത്ത് ജോയി, ഞാൻ പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഒരു ദുർവ്യാഖ്യാനം നടത്തി. സുപ്രീം കോടതിയുടെ വിധികളും ഹൈക്കോടതിയുടെ വിധികളും സ്വാശ്രയ മാനേജ്മെൻറ്റിന് അനുകൂലമാണെന്നുള്ള അങ്ങയുടെ നിരീക്ഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രതിസന്ധിയാണ് സ്വാശ്രയ മാനേജ്മെൻറ്റ് രംഗത്ത് നടക്കുന്ന അരാജകത്വവും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിയ സുഹൃത്ത് ജയിക്കും ജോയിയും ഒന്നിച്ചു നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ശുദ്ധീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കൈകോർത്ത് നിൽക്കേണ്ട ഒരു സമയത്താണ് ജോയിയും ശ്രീ ജയിക്കും തമ്മിൽ ആശയപരമായി നിങ്ങൾ 2 ചേരികളിലാണ്. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന ഒരു സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പരസ്പരം നിങ്ങൾ പഴിചാരുകയല്ല വേണ്ടത്, പരസ്പര പൂരകങ്ങളായി നിങ്ങൾ ഈ പ്രശ്നത്തെ നേരിട്ട് നമ്മുടെ സ്വാശ്രയ മാനേജ്മെൻറ്റിനെ സംശുദ്ധീകരിക്കുവാനുള്ള വളരെ ആശാവഹമായ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ നടത്തണം. നിങ്ങളുടെ ആവശ്യത്തെയും ധാർമ്മികമായ നിങ്ങളുടെ ആ രോക്ഷത്തെയും ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ്. ഇത് എനിക്ക് പറയേണ്ടതായി വന്നത്, എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ പരസ്പരം നിങ്ങൾ ആരോപണങ്ങളല്ല ഉന്നയിക്കേണ്ടത്, മറിച്ച് ആശയപരമായി നമ്മൾക്ക് യോജിക്കാൻ പറ്റുന്ന തലങ്ങളിൽ യോജിച്ച് ഒന്നിച്ചുള്ള ഒരു ഇടപെടൽ, ശക്തമായ ഇടപെടൽ. അത് നേരത്തെ ശ്രീ ജയിക്ക് പറഞ്ഞതിനെ യോജിക്കുന്നു. മന്ത്രിസഭ ആരായിക്കോട്ടെ, പക്ഷേ കാര്യത്തിലേക്ക് സ്വതന്ത്രമായ ചിന്തയിലൂടെ ഇനി ചോദിച്ച ചോദ്യത്തിന് വേണു, ഞങ്ങൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസ് വളരെ നിഷ്പക്ഷമായി പ്രവർത്തിച്ച് അതിൻ്റെ സത്യസന്ധത തെളിയിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കാനുള്ളപ്പോഴും പോലീസ് പലപ്പോഴും ചില താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കുന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ സമയക്കുറവുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അത് ജിഷയുടെ മരണമായിക്കോട്ടെ, സൗമ്യയുടെ മരണമായിക്കോട്ടെ, ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും പോലീസിൻ്റെ സത്യസന്ധമായ പ്രവർത്തനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ജിഷ്ണു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിയെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വളരെ കഴിവുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോലീസിനെ കൊണ്ടെടുപ്പിക്കുന്ന നടപടികളുടെ സ്വഭാവം ഇതായിരിക്കണമോ, അതിൻ്റെ വേഗത ഇതായിരിക്കണമോ, അതിൻ്റെ ലക്ഷ്യം ഇതായിരിക്കണമോ? വേണു, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ജയിക്കിനോടും ജോയിയോടുമുള്ള അവരുടെ തമ്മിലുള്ള പരസ്പരമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കരുത്. ഞാനൊരു അഭിഭാഷകൻ, എനിക്ക് എന്നെ പറയാൻ അനുവദിക്കുക. ഞാനൊരു ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ അവസരത്തിൽ എന്നോട് ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അവസരം എനിക്ക് നൽകണം, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പ്രസക്തിയില്ലാതെയായി പോകും.
ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരുപാട് സമയം നമ്മുടെ 2 വിദ്യാർത്ഥി നേതാക്കളും കൊടുത്തില്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്രോസ് കട്ട് ചെയ്താൽ പിന്നെ ഞാൻ ഒരു നിസ്സഹായനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ജിഷ്ണു എഴുതിയ ആത്മഹത്യാ കുറിപ്പ് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സത്യസന്ധമായ ഒരു കുറിപ്പാണെന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധമുള്ളവർക്ക് ആർക്കും പറ്റും അതൊരു യഥാർത്ഥ ആത്മഹത്യാ കുറിപ്പല്ല എന്നുള്ള കാര്യം. ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ട്രെയിനേജിൽ നിന്ന്, കുളിമുറിയിലെ ട്രെയിനേജിൽ നിന്ന് ഒരു തുണ്ട് കിട്ടി, അതിലൊരു വെട്ട്, പിന്നെ ഞാൻ ഇവിടുന്ന് വിട പറയുകയാണെന്നല്ല, അത്രയും ബാലിശമായി എഴുതിയിട്ടിട്ട് മരണത്തിലേക്ക് പോകാൻ പറ്റുന്ന കുട്ടിയാണ് ജിഷ്ണു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഏത് തരം അന്വേഷണം വന്നാലും സത്യം പുറത്തു വരാൻ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്, നിയമപരമായിട്ടുള്ള ഒരുപാട് അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും പാകപ്പഴയുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ജയിക്കും ജോയിയും ഒക്കെ അത് ശക്തമായി ഇടപെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് സർക്കാർ ആരായിക്കോട്ടെ, ഏതൊരു അന്വേഷണമായിക്കോട്ടെ, അന്വേഷണം ദിശാബോധം തെറ്റിയാൽ വേണു ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുന്നു. അതിലിടപെടാൻ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളും സാമൂഹ്യ സംഘടനകളും വിദ്യാർത്ഥി പ്രസ്ഥാനവും വളരെ ശക്തമാണ്, അതിലിടപെടും. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരുടെയെങ്കിലും പക്ഷം പിടിക്കാനോ സ്വാശ്രയ മാനേജന്റെ താല്പര്യങ്ങൾക്ക് എന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നത് ഒരിക്കലും സ്വീകരിക്കുന്ന ഒരു സമൂഹമല്ല കേരളത്തിന്റെ. ഞാൻ ഇടപെടാൻ എനിക്ക് സമയക്കുറവ് ഉള്ളതുകൊണ്ട് കൂടി ഒരു ഇടവേള കൂടി.